ഇതിപ്പോൾ ഒരുപാട് ചിത്രങ്ങളുടെ വിശേഷങ്ങളുണ്ട് ഈ നായകന്, ഈ സുന്ദരനായ നായകന് പറയാൻ. ഈ സുന്ദരനായ നായകൻ്റെ ഒരു കുഴപ്പം എന്നെ സംബന്ധിച്ച് നോക്കുന്നത് ഒരു 6 അടി 2 ഇഞ്ചുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് കുറച്ച് നേരം. പക്ഷെ എന്നാലും എന്താ പറയുക, ഒരു മുഖത്ത് നിന്ന് നമുക്ക് കണ്ണെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സൗന്ദര്യം എന്നൊക്കെ വേണം എനിക്ക് വിശേഷിപ്പിക്കാൻ തോന്നുന്നു. ആ മിടുക്കനെ, ആ ഒരു പ്രതിഭേനെ, അഭിനയ തിലകത്തിനെ, തിലകക്കുറിനെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. ഒരു കാര്യം ചെയ്യാം, ഒരു സുന്ദരനായ ഒരാൾ വരുമ്പോൾ ഒരു പാട്ടിലൂടെ സ്വാഗതം ചെയ്യാൻ എനിക്കൊരാഗ്രഹം. അതൊരു തമിഴ് പാട്ടാകുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി കൂടും. എന്ത് പറയുന്നത് ലിജു, നമുക്കൊരു പാട്ടായാലോ? റെഡി, തുടങ്ങാം. ഈ പാട്ടിലൂടെ ആ വ്യക്തി വരുമോ എന്ന് നോക്കാം നമുക്ക്. വെൽക്കം ജിഷ്ണു. നമുക്ക് തുടങ്ങാം. പക്ഷെ ജിഷ്ണുവിന്റെ മനസ്സിൽ എന്താ ഒരു വിഷമം, ഒരാളെയും കൂടെ ഒരു കൂട്ടിന് കിട്ടിയിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം ഇല്ലേ? അല്ല, ഞാനുണ്ട്. എന്നാലും ആ ഒരു സീറ്റിൽ ഒരു പൂർണ്ണത വരണമെങ്കിൽ ഒരു ആൺകുട്ടിയെ വേണോ ഒരു പെൺകുട്ടിയെ വേണോ? ഒരു ആൺകുട്ടി മതി. ആൺകുട്ടിയുടെ അതേ ഒരു ചുറുചുറുപ്പും പ്രസരിപ്പും ഒരു പെൺകുട്ടിയായാലോ? തീർച്ചയായിട്ടും. ഒരു മലയാളത്തിൽ ആ കുട്ടിയോട് പറഞ്ഞു. ഞാൻ ഇവിടെ എവിടുത്തുകാരിയാണോന്ന് ചോദിച്ചു. അതെ, ഞാൻ മലയാളത്തിൽ എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പറയുന്നത് കേൾക്കുന്നത്. എന്തായാലും എന്താ പറയാ, നല്ലൊരു ബബ്ലി, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞു വാവ. എനിക്കൊന്ന് കൂടി വന്നൊരു 10 വയസ്സ്, മാക്സിമം 15 വയസ്സ്. അപ്പൊ തന്നെ തൊട്ടിൽ നേരെ സിനിമയിലോട്ട് വന്നൊരു കുട്ടി എന്ന് വിശേഷിപ്പിക്കാൻ തോന്നുന്ന ഒരു കുട്ടിയാണ്. മല്ലു സിംഗ് എന്ന ചിത്രത്തിലൂടെ നമുക്ക് ഇങ്ങനെ ആടിപ്പാടി ഇങ്ങനെ ഒരു പാടത്തിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒരു മാടത്തക്കിളിയായി പാറിപ്പറന്ന് നടക്കുകയായിരുന്നു ഈ കുട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മല്ലു സിംഗിൽ നമ്മൾ കണ്ട ആ കുട്ടി ഇപ്പോൾ പിന്നീട് ഭാവിയിലെ ഒരുപാട് മലയാള സിനിമകളിലൊക്കെ വാഗ്ദാനമായേക്കാവുന്ന മുൻകൂട്ടി കണ്ടുകൊണ്ട് പല ഡയറക്ടേഴ്സും ഈ കുട്ടിയെ അപ്രോച്ച് ചെയ്തു. അങ്ങനെ റെബേക്ക ഉതുപ്പ് എന്ന ചിത്രത്തിൽ നിങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചു. അപ്പം നിങ്ങൾക്ക് നേരത്തെ പരിചയമുള്ളൊരു കുട്ടി തന്നെയാണ്. അപ്പം നമുക്ക് ആ ശാലീന സുന്ദരിയായ ആ ശാലിനെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ശാലിനെ ഏറ്റവും ഐഡന്റിറ്റി ശാലിൻ്റെ ആ പാട്ടാണ്. ഏതാണ്? മറ്റേ ഒരു കടുക് പാടത്തിന്റെ അകത്തൂടെ ശാലിൻ ഓടിക്കളിച്ചു കൊടുത്ത പാടപാട്. ഡാൻസ് ഒക്കെ ചെയ്തു വാ. നീ പാടാതെ പാടുന്ന പാട്ടിൽ ഈ പൂവാക പൂക്കുന്ന ചന്തം പോയിരുന്നാലും അവിടെ പോയി കൂട്ടി എന്നെ മലയാളത്തിൽ. നമസ്കാരം ജിഷ്ണു. നമസ്കാരം ശാലിൻ. ഒത്തിരി സന്തോഷമുണ്ട്. സുഖമായിട്ടിരിക്കുന്നു? എന്താ പറയാ ജിഷ്ണു, ഞാൻ ഒരുപാട് സത്യം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ വളരെ കറക്റ്റായ കാര്യം തന്നെയാണ്. ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് പലപ്പോഴും കാണണമെന്നും സിനിമകളൊക്കെ കാണും. കാരണം വെച്ചാൽ കൂടുതലും ഇൻ്റർവ്യൂസൊക്കെ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അയ്യോ എത്ര സിമ്പിളായിട്ട് സംസാരിക്കുന്നു, എത്ര ശരിക്കും പാവമാണോ എന്ന് എനിക്ക് ഇന്നിവിടെ വന്നപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. കാരണം നമ്മളൊരു 12 മണിൻ്റെ ഒരു സമയം പറഞ്ഞെങ്കിൽ 11 മണിക്കേ പുള്ളി വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അയ്യോ ജിഷ്ണു നമുക്കിപ്പോൾ തുടങ്ങാമെന്ന് പറയുമ്പോഴും ഇല്ല റീമി, സാധാരണ ഇവിടെ വരുന്നവർ ഇപ്പോൾ തിരക്കില്ലെങ്കിൽ പോലും നമ്മൾ ആരാണെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നാൽ നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് പോകണം, പെട്ടെന്ന് കാര്യം കഴിഞ്ഞ് പോകണം എന്ന് പറയും. ആ ഒരു വലിയ മനസ്സുണ്ടല്ലോ, അതാണ് തീർച്ചയായിട്ടും ജിഷ്ണുവിനെ ഇന്നും മലയാള പ്രേക്ഷകർ സ്നേഹത്തോടെ കാണുന്നതും. തിരിച്ചുവരവ് ജിഷ്ണു തീർച്ചയായിട്ടും ഇടയ്ക്ക് മലയാള സിനിമയിൽ തീർച്ചയായിട്ടും കിട്ടി. അങ്ങനെ തിരിച്ചുവരവിന് പ്രേക്ഷകർ അത്ര ഇഷ്ടപ്പെട്ടവരെ, അവർ ഇത്രയും സ്നേഹിക്കുന്നവരെ അങ്ങനെ അവർ ഒരു തിരിച്ചുവരവൊക്കെ കിട്ടുകയുള്ളൂ അല്ലേ? അപ്പോൾ എന്തായാലും ജിഷ്ണുവിൻ്റെ ഈ ഒരു ക്യാരക്ടർ എന്നും ഇതേപോലെ തന്നെ ദൈവം അനുഗ്രഹിച്ച് ഒരുപാട് നല്ല നല്ല പടങ്ങളിലൂടെയൊക്കെ ഇനിയും മുന്നോട്ട് പോകാനും ഈ ഒരു സ്വഭാവം എന്നും ജിഷ്ണുവിൽ നിലനിൽക്കാനും കാരണമുണ്ട്. കാരണം ജിഷ്ണു ഒരു ന്യൂ ഫേസ് അല്ല മലയാളത്തിൽ. നമ്മളെന്ന ചിത്രത്തിലൂടെ വന്നു, ഒരുപാട് വർഷത്തിന് മുമ്പ് വന്നു. 2002 തോന്നുന്നു. കാരണം 2002 ഞാനും
മീശമാധു എന്ന ചിത്രത്തിലൂടെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞ് നമ്മൾ എന്ന ചിത്രം ഇറങ്ങുന്നതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ന്യൂ ഫേസ് അല്ല എന്ന് പറയാനുള്ള കാരണം പ്രശസ്തനായ ഒരു അച്ഛൻ്റെ ഒരു മകൻ. ഇത് ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറയേണ്ടതായിരുന്നു, എൻ്റെ വലിയൊരു തെറ്റി പറ്റിപ്പോയതാണ്. എല്ലാവർക്കും അറിയാം, എന്നാലും പറയേണ്ടത് നമ്മുടെ ഒരു കടമ തന്നെയാണ്. രാഘവൻ സാറിനെ ആർക്കും മറക്കാൻ പറ്റില്ല. എനിക്കൊന്ന് ചക്രവർത്തിനി എന്നുള്ള ഒരു പാട്ടിലൊക്കെ എത്രയോ നല്ല പാട്ടുകൾ, എത്രയോ നല്ല സിനിമകളും അദ്ദേഹത്തിൻ്റെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകനായി ഒരു പാരമ്പര്യം കിട്ടുക എന്നൊക്കെ പറയുന്ന ഒരു ചില്ലറ കാര്യമല്ല, ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. തീർച്ചയായിട്ടും. ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് അഭിനയിച്ചതും അച്ഛൻ ഡയറക്റ്റ് ചെയ്ത പടത്തിലാണ്. അത് ഞാൻ 5 വയസ്സായിരിക്കുമ്പോഴാണ് അഭിനയിച്ചത്. കിളിപ്പാട്ട് എന്നാണ് പടത്തിന്റെ പേര്. എനിക്ക് ആക്ച്വലി അന്ന് ഭയങ്കര ഭാഗ്യം ഉണ്ടായിരുന്നു. കാരണം കിളിപ്പാട്ട് ഇത് കണ്ടോ, കിളി പോയി കണ്ടോ, കിളിപ്പാട്ടാണ്. അപ്പൊ അതില് സുകുമാരൻ അങ്കിൾ ഉണ്ടായിരുന്നു, അടൂർ ബാസി സാറ്, ഉമ്മർ അങ്കിൾ. ചെറിയ വയസ്സ് എത്ര വയസ്സ്? 5 വയസ്സ്. അതും അന്നത്തെ ആ അടൂർവാസി സാറിനോടൊപ്പം അതൊക്കെ വല്ല ഓർമ്മയുണ്ടോ? കുറെ ഓർമ്മയുണ്ട്. എന്നാലും ഫസ്റ്റ് ക്യാമറയുടെ മുന്നിലോട്ട് ഭയങ്കര പക്ഷെ അച്ഛന്റെ കൂടെയൊക്കെ സിനിമ ഷൂട്ടിങ്ങിലൊക്കെ പോയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് അതിന്റെ ഫസ്റ്റ് ലൊക്കേഷൻ എക്സ്പീരിയൻസ് ആണ്. ആക്ച്വലി ഞങ്ങളുടെ നാട്ടിലായിരുന്നു ഷൂട്ട് ചെയ്തത്. ഞാൻ അഭിനയിക്കേണ്ട ക്യാരക്ടർ അല്ല, അത് വേറൊരു കുട്ടി അഭിനയിക്കേണ്ട ഇതാണ്. അപ്പൊ ആ സമയത്താണ് ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷനൊക്കെ ഉണ്ടായി. അപ്പോൾ ആർക്കും വരാൻ പറ്റാണ്ട് കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ടിങ് എങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പം അച്ഛനിങ്ങനെ ടെൻഷൻ അടിക്കുക, അയ്യോ ആ കുട്ടി വന്നില്ലല്ലോ, എന്താ ചെയ്യുക. അപ്പം ഞാൻ സൈഡിൽ നിന്ന് പതുക്കെ വന്നിട്ട് ഞാൻ അഭിനയിച്ച് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ട് അച്ഛനോടാണ്. അതെ, അതൊരു നല്ല പ്ലസ് പോയിന്റ് ആട്ടോ ജിഷ്ണുവിന്റെ. എന്താ പറയട്ടെ, ഞാനിവിടെ പാട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പാടത്തില്ല എന്ന് എൻ്റെ അടുത്ത് ജിഷ്ണു പറഞ്ഞു. ഇപ്പൊ ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ചില പിള്ളേര് നമ്മളിങ്ങനെ വേണോ ഇത് വേണോ വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് അപ്ലൈ വരും, എനിക്ക് തന്നേരെ എന്ന് പറഞ്ഞു വരില്ലേ എന്ന് പറഞ്ഞ പോലെ എൻ്റെ കൂടെ വന്നിട്ട് ഞാനും പാടാതൊക്കെ പറഞ്ഞു വന്നു. എനിക്ക് തീരെ അറിയില്ല. പക്ഷെ എന്നാലും റിമിന്റെ പ്രോഗ്രാം ആയതുകൊണ്ട്, കാരണം നമ്മളൊക്കെ റിമിയുടെ പ്രോഗ്രാം കാണുന്നതാണ്. എക്സലന്റ് പ്രോഗ്രാമാണ്, നമുക്ക് ഫാൻസ് ആണ് പ്രോഗ്രാം. जब से देखा मैंने तुझको मुझको. ഞാൻ എന്റെ പ്രൊനൗൺസിയേഷൻ ഇപ്പോഴും കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ അത്ലീറ്റ് അതാണ് ശരിക്കും കറക്റ്റ് അല്ലേ? ഒത്തിരി ഉണ്ട്. നമ്മളിപ്പോ ഫുഡ് എന്ന് പറയുന്നു, ഹോട്ടൽ എന്നൊക്കെ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടല്ലോ നമ്മൾ സാധാരണ ഉച്ചരിച്ചു പോയതിന്റെ തെറ്റുകള്. Joy Alucas Rhythm.